ഹലോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒന്നാമത്തെ ഭാഗം നമ്മൾ പഠിച്ചിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് എന്താണ്, കോൺസെൻട്രേഷൻ എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അതിൽ നമ്മൾ മാസ് പെർസെൻറ്റേജ് എന്താണ്, മൊളാരിറ്റി എന്താണ്, മോൾ ഫ്രാക്ഷൻ എന്താണ്, മൊളാരിറ്റി എന്താണ്, വോളിയം പെർസെൻറ്റേജ് എന്താണ്, നോർമാലിറ്റി എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഒരു പുതിയൊരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. സൊല്യൂഷൻ എന്ന് പറയുന്നതിലെ പാർട്ട് 2 ആണിത്. അതായത് സൊല്യൂബിലിറ്റി എന്ന് പറയുന്ന പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സൊല്യൂബിലിറ്റി? സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ലയത്വം എന്ന് പറയും. സൊല്യൂബിലിറ്റി അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പാർട്ട് സൊല്യൂബിലിറ്റി എന്ന് പറയുന്ന പാർട്ട്. അപ്പോൾ ശരിക്കും എന്തായിരിക്കും സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത അളവ് സോൾവെന്റിൻ്റെ അകത്ത് എത്രമാത്രം സൊല്യൂട്ടിനെ നമുക്ക് ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റും, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, സൊല്യൂബിലിറ്റി എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡെഫിനിഷൻ പറഞ്ഞൂടെ? ഇറ്റ് ഈസ് ദി മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ ദി പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെന്റ് എന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ സൊല്യൂബിലിറ്റിയുടെ ബേസിൽ സൊല്യൂഷൻസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് സൊല്യൂഷൻസ്? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ആൻസർ എത്തിയിട്ടുണ്ടായിരിക്കും. ഞാൻ പറയാം. ഒന്നാമത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്താ വിളിക്കുക? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. രണ്ടാമത്തെ ടൈപ്പിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. മൂന്നാമത്തെ സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇങ്ങനെ 3 ആയിട്ടാണ് നമ്മൾ സൊല്യൂബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ സൊല്യൂഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന ജ്യൂസ്, ചായ എല്ലാം അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ഇനിയും അതിൻ്റെ അകത്ത് നമുക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, നമ്മൾ കുറഞ്ഞ അളവിൽ മാത്രമേ സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ആ സൊല്യൂഷൻ്റെ അകത്ത് ഇനിയും മോർ സൊല്യൂട്ട് ക്യാൻ ബി അഗെയിൻ ആഡഡ്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. എന്നാൽ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറേ പഞ്ചസാര ഇട്ടു. ഇനി നമ്മൾ അതിലേക്ക് പഞ്ചസാര ഇട്ടാൽ ഡിസോൾവ് ചെയ്യൂല, മാക്സിമം ഡിസോൾവ് ആയിട്ടുണ്ട്. ആ സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. പിന്നെ മൂന്നാമത്തതാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ സാച്ചുറേഷൻ നമ്മൾ നടത്തുമ്പോൾ ഒരുപാട് പഞ്ചസാര അല്ലെങ്കിൽ സൊല്യൂട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഡിസോൾവ് ചെയ്യിപ്പിക്കുക. ആ സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെപ്പോഴും അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് ആണ് നമ്മുടെ ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. ഈ പഞ്ചസാരയൊന്നും അധികമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്താൻ പറ്റില്ല. നിങ്ങൾക്കറിയാം, വൈറ്റ് പോയിസൺസ് അറിയപ്പെടുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നമ്മുടെ ശരീരത്തിലേക്ക് അധികം എത്താൻ പറ്റില്ല. പിന്നെ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ അറിയുന്ന വേറൊരു സംഭവമുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ പ്രമേഹ രോഗികളുണ്ടെങ്കിൽ, ഷുഗർ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങളെ എപ്പോഴും ഒരു രസകരമായിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ ആലോചിച്ചോക്കെ, അവർക്ക് നമ്മൾ എന്ത് ചെയ്തു എന്നറിയാലോ? ഒരു ഗ്ലാസ്സിൽ ചായ കൊടുത്തു വിചാരിക്കാം. ഒരു ഗ്ലാസ്സിൽ ചായ കൊടുത്തു, ഞാൻ ഇത്രയും ചായ കൊടുത്തു. അപ്പോൾ ചായ കൊടുത്തപ്പോൾ അവരിങ്ങനെ കുടിച്ചു നോക്കി. എന്നിട്ട് കുടിച്ചിട്ട് പറഞ്ഞു, ഇതിൽ ഭയങ്കര മധുരം കൂടുതലാണ്. അപ്പോൾ ഞാനൊരു ഷുഗർ പേഷ്യൻ്റ് ആണ് എന്നൊക്കെ അവർ പറയും. അതുകൊണ്ട് എനിക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് താഴോ എന്ന് പറയും, അല്ലെങ്കിൽ ചൂട് വെള്ളം ഒഴിച്ച് താഴോ എന്ന് പറയും. പാവം നമ്മുടെ വീട്ടിലെ അമ്മമാർ എന്ത് ചെയ്യുന്നറിയാലോ? അതിലേക്ക് കുറച്ചും കൂടിയൊക്കെ എന്ത് ചെയ്തു? വെള്ളം ഒഴിച്ചു കൊടുത്തു. പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ കോൺസെപ്റ്റ് എത്രമാത്രം ശരിയാണ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. കാരണം എന്താ, ആദ്യം ഇയാൾ 2 സ്പൂൺ പഞ്ചസാര ഇതിലിട്ടിരുന്നു എന്ന് വിചാരിക്കാം. ഇയാളിപ്പോൾ വെള്ളം ആഡ് ചെയ്തു. പക്ഷെ വെള്ളം ആഡ് ചെയ്താലും പഞ്ചസാര അതിൻ്റെ അകത്ത് അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവുമെന്ന് മാത്രം. പക്ഷേ ഷുഗറിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്ന അയാളുടെ ശരീരത്തിലേക്ക് എത്തും, അല്ലേ? അതാണ് അതിൻ്റെ കറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കുറഞ്ഞ അളവിൽ പഞ്ചസാര, ഉപ്പ് പോലെയുള്ള സൊല്യൂട്ടുകളെ ഉപയോഗിക്കുക എന്നാണ് അതിൻ്റെ അകത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ഇനി
അടുത്ത സെക്ഷനിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് സൊല്യൂബിലിറ്റിയെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. അതായത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സൊല്യൂബിലിറ്റി എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ പറയുന്നത്. അതന്നെ നമ്മൾ പറയുന്നത് എന്തിനെ കുറിച്ചാണ് അറിയാലോ? സൊല്യൂബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ് എന്നാണ്. എന്താണ് സോല്യൂബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ് കേട്ടോ. ഇൻ ലിക്വിഡ്, ഒരു ലിക്വിഡിന്റെ അകത്ത് സോളിഡ് ഡിസോൾവ് ചെയ്യിപ്പിക്കുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു ഷുഗറിന്റെ സൊല്യൂഷൻ ആണ് ഇവിടെ പറയുന്നത്. ഷുഗർ എന്ന് പറയുന്നത് സോളിഡ് ആണ്, വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. ഓക്കെ, അതിലെ ഒന്നാമത്തെ ഫാക്ടർ ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിലെ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് നമ്മൾ പറയുന്നത് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്, ഇതാണ് ഫസ്റ്റ് ഫാക്ടർ. അതായത് സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും സ്വഭാവം നന്നാവണം. എന്താണ് സ്വഭാവം നന്നാവണം? എന്താ ഈ സ്വഭാവം നന്നാവുക എന്ന് പറഞ്ഞാൽ, അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയാം. അത് ഏറ്റവും ഈസി ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് അയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അറിയാം? നിങ്ങളുടെ സ്വഭാവങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ആളായിരിക്കും അയാൾ, അല്ലേ? നിങ്ങൾ തിരിച്ചാലോചിച്ച് നോക്ക്, നിറയെ ഡെയിലി മദ്യപിച്ചുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ റോഡിലൂടെ മദ്യപിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പള്ളിയിലെ അച്ഛനുമായിട്ടോ അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദുമായിട്ടോ അല്ലെങ്കിൽ അമ്പലത്തിലെ പൂജാരിയായിട്ടോ ഒന്നും കണക്ഷൻ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരേ സ്വഭാവമുള്ള ആളുകൾ മാത്രമേ പരസ്പരം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇതുമായിട്ട് നമ്മൾ പറയുന്ന ഒരു ടേം ആണ് ലൈക്ക് ഡിസോൾസ് ലൈക്ക് എന്നാണ് പറയുക. എന്താ പറയാ? ലൈക്ക് ഡിസോൾസ് ലൈക്ക്. ഒരേപോലെ സ്വഭാവമുള്ള ആളുകൾക്ക് മാത്രമേ ഒരേപോലെയുള്ള ആളുകളെ ഡിസോൾവ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ കെമിസ്ട്രിയിൽ എങ്ങനെയാ ഒരേപോലെയുള്ള ആൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പോളാർ ആയിട്ടുള്ള സൊല്യൂട്ട് പോളാർ സോൾവെന്റിൽ മാത്രമേ ഡിസോൾവ് ചെയ്യുള്ളൂ. നോൺ പോളാർ ആയിട്ടുള്ള സൊല്യൂട്ട് നോൺ പോളാർ ആയിട്ടുള്ള സോൾവെന്റിൽ മാത്രമേ ഡിസോൾവ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ ചെയ്തു നോക്കാം. ഇവിടെ നോക്ക് നിങ്ങൾ, ഞാനിവിടെ സൊല്യൂട്ടിന് ഒരു കോളം കൊടുത്തു. ഇവിടെ ഞാൻ ആ സൊല്യൂട്ടിന്റെ നേച്ചറിന് ഒരു കോളം കൊടുത്തു, സൊല്യൂട്ടിന്റെ സ്വഭാവം. ഇവിടെ ഞാൻ സോൾവെന്റിന്റെ ഒരു കോളം കൊടുത്തു. ഇവിടെ ഞാൻ സോൾവെന്റിന്റെ സ്വഭാവത്തിന് ഒരു കോളം കൊടുത്തു, നേച്ചറിന് ഒരു കോളം കൊടുത്തു. ആൻഡ് ഫൈനലി ഇവിടെ ഞാൻ സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോളം കൊടുത്തു, സൊല്യൂബിലിറ്റി. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോട്ടെ, എന്താ എങ്ങനെ പറയുന്നത്? ഞാൻ സൊല്യൂട്ട് ആയിട്ട് എടുക്കുന്നത് NaCl ആണ്. നിങ്ങൾക്ക് അറിയാലോ, NaCl ചാർജ് ഉള്ള കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് NaCl എന്ന് പറയുന്ന വസ്തു എന്താണ്? ഒരു പോളാറാണ്. ഞാൻ സോൾവെന്റ് ആയിട്ട് ഞാൻ ഉപ്പ് ചെയ്യുന്നത് വാട്ടറിന്റെ അകത്താണ് ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നത് വിചാരിക്കാം. നമുക്കറിയാം വാട്ടർ എന്ന് പറയുന്നത് നല്ലൊരു പോളാർ സോൾവെന്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ്? ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. ഒരേപോലെയുള്ള ആൾക്ക് മാത്രമേ ഒരേപോലെയുള്ള ആളുകളെ ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടുപേരും പോളാർ ആയതുകൊണ്ട് ഇതെന്തായിരിക്കും? പറ, സോല്യൂബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ എന്താണെന്നറിയോ? ഞാനിപ്പോ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ NaCl എന്ന് പറയുന്ന പോളാർ ആയിട്ടുള്ള സൊല്യൂട്ടിന് ഞാൻ എടുത്തു. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നത് അറിയോ? ബെൻസീനെ സോൾവെന്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ ബെൻസീൻ എന്ന് പറയുന്ന ആൾ എന്താ? ബെൻസീന്റെ സ്ട്രക്ചർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അയാൾ എന്താണ്? നോൺ പോളാർ ആണ്. ഞാൻ പറഞ്ഞു എന്താ? ഒരേ സ്വഭാവം വേണം. അപ്പൊ ഇയാൾ ഇതിൽ സൊല്യൂബിൾ ആവോ? ഒരിക്കലും സൊല്യൂബിൾ ആവില്ല. അതുകൊണ്ട് നമ്മളിവിടെ എന്താ എഴുതാ? ഇൻസൊല്യൂബിൾ എന്ന് എഴുതാം. എന്താ? ഇൻസൊല്യൂബിൾ. അപ്പൊ ഞാൻ ഇനി പറയുന്ന രണ്ട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ക്ലിക്ക് ആവണ്ടായിരിക്കും, നോക്കിക്കോട്ടോ. മൂന്നാമത്തെ സൊല്യൂട്ട് ആയിട്ട് ഞാൻ എടുത്തത് നാഫ്തലിൻ ആണ്. നാഫ്തലിൻ നിങ്ങൾ എവിടെയോ കേട്ടിട്ടുണ്ട് നാഫ്തലിൻ അല്ലേ? +1 ഹൈഡ്രോ കാർബണിൽ നമ്മൾ ഹക്കൽ റൂൾ ഓഫ് ആരോമാറ്റിസിറ്റി പഠിച്ചപ്പോൾ ബെൻസീന്റെ നേരെ ഏട്ടനായിട്ട് നമ്മൾ പഠിച്ച ഒരാളാണ് ആരെന്ന് പറഞ്ഞാൽ നാഫ്തലിൻ എന്ന് പറയുന്ന ആള്. അപ്പൊ നാഫ്തലിൻ ബെൻസീന്റെ അതേ സ്വഭാവമാണ്, അതേ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ അതുകൊണ്ട് നാഫ്തലിൻ എന്ന് പറയുന്ന ആള് എന്താണ്? പറ, നോൺ പോളാർ ആണ്. അപ്പൊ എനിക്ക് ഇവിടെ ആരെ ഉപയോഗിക്കാൻ പറ്റും? വാട്ടറിനെ ഉപയോഗിക്കാൻ പറ്റൂല. ഇവിടെ ഞാൻ ബെൻസീനെ തന്നെ ഉപയോഗിച്ചു എന്ന് വിചാരിക്കാം. ബെൻസീൻ എന്ന് പറയുന്ന ആളും എന്താണ്? നോൺ പോളാർ ആണ്. അപ്പൊ രണ്ടുപേരുടെയും സ്വഭാവം ഒരേപോലെ ആയി കഴിഞ്ഞാൽ അയാൾക്ക് എന്തായിരിക്കും? പറ, ഹൈലി സോല്യൂബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്.
പിന്നെ അപ്പൊ ഇനി നാലാമത്തെ നിങ്ങൾക്ക് തന്നെ ഫിൽ ചെയ്യാൻ പറ്റും. ഞാനിവിടെ നാഫ്തലിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുത്തു. നാഫ്തലിൻ എടുത്തു. നാഫ്തലിൻ എന്ന് പറയുന്ന വസ്തു നീക്കറിയാം. ഞാനിപ്പോ നീക്ക് പറഞ്ഞു തന്നു അത് നോൺ പോളാർ ആണെന്ന് പറഞ്ഞു. ഒരാൾ നാഫ്തലിൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കലക്കാൻ വേണ്ടി ശ്രമിക്കാണ്, ഡിസോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാണ്. വാട്ടർ എന്ന് പറയുന്ന ആൾ എന്താണ്, പോളാർ ആണ്. രണ്ടും ഒരേ സ്വഭാവമല്ല, വ്യത്യസ്ത സ്വഭാവമായി കഴിഞ്ഞാൽ ഒരിക്കലും സൊല്യൂബിൾ ആവില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് എഴുതാൻ പറ്റും, ഇൻസൊല്യൂബിൾ എന്ന് പറയാൻ പറ്റും. അപ്പൊ മനസ്സിലാക്കുക, ഒരു സൊല്യൂബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡിനെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകമാണ് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. അതിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞ്, പോളാർ സോൾവെന്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ പോളാർ സൊല്യൂട്ട്, polar solute can be dissolved in polar solvent and non-polar solute can be dissolved in non-polar solvent. ഇതാണ് ഒന്നാമത്തെ ഫാക്ടർ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്താണ്? ഓക്കെ, സെക്കൻഡ് ഫാക്ടർ കേട്ടോ. ഇതൊക്കെ നോട്ടിലേക്ക് എഴുതിയിരിക്കണം കേട്ടോ നിങ്ങൾ, എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുള്ളൂ. നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിന്റെ എല്ലാ നോട്ട്സും ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിൽ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നോക്കി നിങ്ങൾ രണ്ടാമത്തെ ഫാക്ടർ കേട്ടോ. സൊല്യൂബിലിറ്റി ഓഫ് എ സോളിഡ് ലിക്വിഡിനെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാം, രണ്ട് തരം. നമ്മൾ എപ്പോഴും ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ എൻഡോതെർമിക്, എക്സോതെർമിക് എന്നൊക്കെ പറയും അല്ലേ. അപ്പൊ ഇവിടെ അത്ര തന്നെ പറയാനുള്ളത്, എൻഡോതെർമിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കൂടും. കാരണം എന്താ, അവർക്ക് ഹീറ്റ് വേണം. അപ്പൊ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ സൊല്യൂബിലിറ്റി കൂടും. എക്സോതെർമിക് ആണെങ്കിൽ അവർക്ക് ഹീറ്റ് വേണ്ടല്ലോ, അതുകൊണ്ട് ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോഴാണ് സൊല്യൂബിലിറ്റി കൂടുക. എന്താ കൂടെ, സൊല്യൂബിലിറ്റി കൂടുക. അപ്പൊ നമ്മൾ പറയും ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്, പറ ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് ചോദിച്ചു കഴിഞ്ഞാല് എൻഡോതെർമിക് ആയിട്ടുള്ള പ്രോസസ് ആണെങ്കിൽ അവർക്ക് ഹീറ്റ് ആവശ്യമുണ്ട്, അതുകൊണ്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കൂടും. എക്സോതെർമിക് ആയിട്ടുള്ള പ്രോസസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കുറയുമ്പോൾ സൊല്യൂബിലിറ്റി കൂടും എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ പലരും മടിയന്മാരായിട്ട് ചായ ഉണ്ടാക്കുന്ന സമയത്ത് ആൾറെഡി ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഫസ്റ്റിന് പഞ്ചസാര ഇട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയാം എന്താ, കുറെ സമയം ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് എന്താവും, പഞ്ചസാര ഡിസോൾവ് ആവും, സൊല്യൂബിലിറ്റി നടക്കുന്നു നിങ്ങൾക്കറിയാം. അതന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറിന്റെ ഫാക്ടറാണ്, എഫക്റ്റ് ഓഫ് പ്രഷർ. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാലോ, പ്രഷറിന്റെ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് സോളിഡിനെ കുറിച്ചും ലിക്വിഡിനെ കുറിച്ചുമാണ്. നോക്ക്, ഇപ്പോ ഞാൻ എന്ത് ചെയ്തു അറിയാലോ, ഒരു ബീക്കർ എടുത്തു. ഒരു ബീക്കർ ഇട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് സോളിഡ് ആയിട്ടുള്ള കുറെ സബ്സ്റ്റൻസ് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു അറിയാലോ, എന്താണ്, അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള ഒരു സോൾവെന്റ് വെച്ചു. എന്നിട്ട് ഞാൻ ഇതിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു സിറിഞ്ച് എടുത്ത് അതിലേക്ക് കുറച്ച് മണൽ നിറച്ചിട്ട് ഞാൻ ആ പിസ്റ്റൺ അമർത്താൻ വേണ്ടി ശ്രമിക്കുക. വല്ലതും നടക്കുമോ? നടക്കൂല. എന്താ കാരണം, ഗേഷ്യസ് ആയ ഒരു സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രഷറിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പറഞ്ഞൂടെ, പ്രഷർ ഹാസ് നോ എഫക്ട് ഇൻ ദി സോല്യൂബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോല്യൂബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തത് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്, രണ്ടാമത്തത് ടെമ്പറേച്ചർ, മൂന്നാമത്തത് പ്രഷർ. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് കേട്ടോ. സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ്. ഒരു ലിക്വിഡിന്റെ അകത്ത് ഗ്യാസിനെ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് അതിനെ പറയാൻ പറ്റും. ഒന്നാമത്തെ ഫാക്ടർ എന്താണെന്നറിയോ, ഇവിടെ ആരാ സൊല്യൂട്ട് പറയേ, ഗ്യാസ് അല്ലേ സൊല്യൂട്ട്. അപ്പൊ ഒന്നാമത്തെ ഫാക്ടർ എന്താ പറയേ, നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് സോൾവെന്റ്. എന്താണ് നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് സോൾവെന്റ്? നിങ്ങൾക്ക് അറിയാലോ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് സോഡ ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താ കാരണം, അത് ഈസിലി ലിക്വിഫയബിൾ ആണ്. എന്താണ്, ഈസിലി ലിക്വിഫയബിൾ. അപ്പൊ മറക്കല്ലേ, ഇതിൽ നമ്മൾ പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്നറിയോ, ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ ഹൈലി സൊല്യൂബിൾ ഇൻ കോമൺ സോൾവെന്റ്. എന്താ പറഞ്ഞ, ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ ഈസിലി സൊല്യൂബിൾ ഇൻ കോമൺ സോൾവെന്റ്. അതുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും, നമുക്കറിയാം ഡൽഹി പോയിട്ട് നമ്മൾ സോഡ കുടിച്ചാലും അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡാ. എന്താ കാരണം, കാർബൺ ഡൈ ഓക്സൈഡ് ഈസിലി ലിക്വിഫയബിൾ ആണ്. ഇപ്പൊ ഹൈഡ്രജൻ ഒന്നും നടക്കാൻ പറ്റില്ല, കാരണം ഹൈഡ്രജൻ എന്തല്ല, ഈസിലി ലിക്വിഫയബിൾ അല്ല. അതാണ് ഈ ഫാക്ടർ നമ്മൾ പറയുന്നത്. എന്താ പറഞ്ഞത്,
ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ ഹൈലി സൊല്യൂബിൾ ഇൻ കോമൺ സോൾവെന്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫാക്ടറാണ് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ ചോദ്യം ചോദിക്കുകയാണ്, ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് ചോദിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ വീട്ടിലൊരു അക്വേറിയം ഉണ്ട്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയപ്പോൾ ഇങ്ങനെ പകർച്ചവ്യാധികളൊക്കെ ഇങ്ങനെ ഉണ്ടായപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കുട്ടി ഒരു കാര്യം വിചാരിക്കുകയാണ്, വീട്ടിലുള്ള അക്വേറിയത്തിലുള്ള മത്സ്യത്തിന് എന്ത് വേണമെന്നറിയാലോ, നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. കാരണം മത്സ്യത്തിന് ജലദോഷമൊക്കെ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ അങ്ങനെ ചിന്തിച്ചാലും പ്രശ്നമൊന്നുമില്ല. കാരണം പുതിയ കുട്ടികളൊക്കെ ആ ഒരു രീതിയിൽ വെറൈറ്റി ആയിട്ട് ചിന്തിക്കുന്ന കുട്ടികളാണ്. അപ്പൊ എന്ത് ചെയ്തു അറിയാലോ, ഒരാൾ എന്ത് ചെയ്തു, തിളപ്പിച്ചാറിയ വെള്ളമാണ് അയാളെ വീട്ടിലെ അക്വേറിയത്തിലെ മത്സ്യത്തിന് വേണ്ടി ഉപയോഗിച്ചെന്ന് വിചാരിക്കാം. എന്താ സംഭവിക്കുന്നുണ്ടാവുക? മത്സ്യത്തിന് ജീവിക്കാൻ പറ്റുമോ? പറ്റൂല. എന്താ കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ബീക്കറിൽ ഞാൻ വെള്ളം എടുത്തു എന്ന് വിചാരിക്കാം. ഈ വെള്ളത്തിനകത്ത് ആരുണ്ട്? ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ട്. അങ്ങോട്ട് ചൂടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ ഡിസോൾവ്ഡ് ഓക്സിജൻ ഒക്കെ പോയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ അതിനകത്തേക്ക് മത്സ്യത്തിട്ട് കഴിഞ്ഞാൽ മത്സ്യം ഒരിക്കലും എന്ത് ചെയ്യൂല, ജീവിക്കൂല. അതന്നെ, അതുകൊണ്ട് മറക്കല്ലേ, ടെമ്പറേച്ചറിന്റെ എഫക്ട് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് ടെമ്പറേച്ചർ കുറയുമ്പോഴാണ് എന്ത് കൂടുക? സൊല്യൂബിലിറ്റി കൂടുക. ടെമ്പറേച്ചർ കുറയുമ്പോഴാണ് സൊല്യൂബിലിറ്റി കൂടുക. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു സോഡ കുടിക്കാൻ പോകുമ്പോൾ കടയിൽ പോയിട്ട് ചോദിക്കുക, എന്താ അറിയോ, തണുത്ത സോഡ ഉണ്ടോ? നിങ്ങൾ 7up കുടിക്കുമ്പോൾ എന്താ ചോദിക്കുക, തണുത്തുണ്ട്. എന്താ ഈ തണുത്തുണ്ടോ ചോദിക്കാൻ കാരണം എന്താ? തണുത്തത് ഉണ്ടെങ്കിൽ അതിന് പവർ കൂടുതലായിരിക്കും. കാരണം എന്താ? അതിൻ്റെ അകത്തുള്ള ഡിസോൾവ്ഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതന്നെ, അപ്പൊ അതിന് പവർ കൂടുതലായിരിക്കും. ഇനി നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ, നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കടലുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ കടലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുപുറത്തൊക്കെ പുഴയൊക്കെ ഉണ്ട്. പക്ഷെ മത്സ്യസമ്പത്ത് കുറവാണ്. എന്താ കാരണം? നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മൾ അനിമൽ പ്ലാനറ്റ് ഡിസ്കവറിയിലൊക്കെ കാണുന്ന സമയത്ത് കാണാം, നല്ല തണുത്ത പ്രദേശങ്ങളിൽ ഇഷ്ടംപോലെ മത്സ്യങ്ങൾ ഉണ്ടായിരിക്കും. ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ബോട്ടിലേക്ക് ഇങ്ങനെ മത്സ്യങ്ങൾ ചാടുന്ന ഒരു വീഡിയോ, ഒരു അടിപൊളി വീഡിയോ ഉണ്ട്. അപ്പൊ എന്തായിരിക്കും അതിന്റെ അർത്ഥം? ഇത് വെച്ച് നമുക്ക് പറഞ്ഞൂടെ, എന്തായിരിക്കും പറയാം? അവിടെ ടെമ്പറേച്ചർ കുറയുമ്പോൾ ഓക്സിജന്റെ അളവ് കൂടുതലാണ്. ഓക്സിജൻ കൂടിയാൽ മത്സ്യങ്ങൾ അവിടെ തന്നെ എന്ത് ചെയ്യും? അവർക്ക് ജീവിക്കാൻ എളുപ്പമാണ്. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും, എന്തെന്നറിയാലോ, വൈ അക്വാട്ടിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ എന്ന് ചോദിക്കും. അപ്പൊ റീസൺ എന്താണ്? ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എൻഡോതെർമിക്കിന്റെ കേസ് വരുന്നേ ഇല്ല കേട്ടോ, കാരണം ഈ പ്രോസസ് എന്താണ്? എക്സോതെർമിക് ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തത് പ്രഷർ. ഞാൻ നേരത്തെ നിങ്ങളോട് സോളിഡിന്റെ കേസ് പറഞ്ഞപ്പോൾ പ്രഷറിന് എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ആരുടെ കേസാ? ഗ്യാസിന്റെ കേസാണ്. അവിടെ എന്തായാലും ആരുടെ പ്രഷറുണ്ട്? പ്രഷർ വേണം. ഈ പ്രഷറിന്റെ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെൻറീസ് ലോ. എന്താ വിളിക്കുക? ഹെൻറീസ് ലോ. കഴിഞ്ഞ വർഷം ചിലപ്പോൾ നിങ്ങൾ അത് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നിങ്ങൾ solubility of a gas in liquid is directly proportional to pressure of the gas on the solvent. എന്താണ്? Solubility of a gas in liquid is directly proportional to pressure of the gas on the solvent. ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് സോഡയുടെയൊക്കെ ബോട്ടിലുകളും 7upന്റെ ബോട്ടിലുകളും മാക്സിമം പ്രഷറിൽ അടക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. എന്താ കാരണം? പ്രഷർ കൂടുമ്പോഴേ എന്ത് കൂടുള്ളൂ? സോലുബിലിറ്റി കൂടുള്ളൂ. അത് തുറന്നിട്ട് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഫാമിലി പാക്ക് 7up കൊണ്ടുപോകാന്ന് വിചാരിക്കാം. അപ്പൊ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഒരു അര കിലോമീറ്റർ നടക്കേണ്ട ഒരു ദൂരം വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? കുറച്ചെടുത്ത് കുടിച്ചു വിചാരിക്കാം. എന്നിട്ട് നിങ്ങൾ എത്ര അടച്ചാലും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നിങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്താ കാരണം? അതിൻ്റെ അകത്തുള്ള പ്രഷർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? കുറയും. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റൻ ഇവിടെ എം എന്ന് പറയുന്ന കാരണം എന്താണെന്ന് അറിയാം? സൊല്യൂബിലിറ്റി എന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, എമൗണ്ട് ഓഫ് ഗ്യാസ് ഡിസോൾവ്ഡ് എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ എം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എം ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് kh into p. ആ kh-നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെൻറീസ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഹെൻറീസ് കോൺസ്റ്റന്റ് കേട്ടോ. ഹെൻറീസ് കോൺസ്റ്റന്റ് ആണ് വിളിക്കുക, മറക്കരുത്. പിന്നെ എന്താണെന്ന് അറിയോ? ഏത് ഗ്യാസിനാണോ kh വാല്യൂ കൂടുതലുള്ളത് അയാൾക്ക് സൊല്യൂബിലിറ്റി കുറവായിരിക്കും. ഹീലിയം എന്ന് പറയുന്ന ഗ്യാസിനൊക്കെ ഭയങ്കര kh വാല്യൂ ആണ്. അപ്പൊ അയാൾക്ക് സൊല്യൂബിൾ ആവാനുള്ള കഴിവ് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? കുറവായിരിക്കും. അതും കൂടി നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയിക്കണം. പിന്നെ ഹെൻറീസിന് വേറൊരു രീതിയിൽ കൂടി പറയുന്നുണ്ട് കേട്ടോ. പാർഷ്യൽ പ്രഷർ ഈസ് directly proportional to mole fraction.
ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? P is equal to a constant kh into chi. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ രണ്ട് രീതിയിൽ. അപ്പോൾ നമുക്കൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാം. പറയും എന്താ എൻട്രീസിൽ പറയുന്നത്? Solubility of a gas in liquid is directly proportional to pressure of the gas on the solvent. ഇവിടെ എന്താ പറഞ്ഞത്? Partial pressure in gaseous phase is directly proportional to mole fraction എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് ഹെൻറീസ് ലോ. അപ്പോൾ മൂന്ന് ഫാക്ടർ പറഞ്ഞിട്ടോ. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? നേച്ചർ ഓഫ് ദി ഗ്യാസ് ആൻഡ് സോൾവെന്റിൽ എന്താ പറഞ്ഞത്? ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആർ ഹൈലി സോലുബിൾ. ടെമ്പറേച്ചറിൽ എന്താ പറയുന്നത്? ഇതൊരു എക്സോതെർമിക് പ്രോസസ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ എത്രത്തോളം കുറക്കാൻ പറ്റുന്നോ അത്രത്തോളം ഗ്യാസിന്റെ സോലുബിലിറ്റി കൂടുതലായിരിക്കും. മൂന്നാമത്തത് പ്രഷർ പറഞ്ഞു. പ്രഷറിന്റെ എഫക്റ്റ് പറയുന്നത് ആരാണ്? ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ എന്താ പറയുന്നത്? പ്രഷർ കൂടുമ്പോൾ എന്ത് കൂടും? സോലുബിലിറ്റി കൂടും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോഫ്റ്റ് ഡ്രിങ്കുകളിലൊക്കെ ഹൈ പ്രഷർ സീൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് കൂടും? സോലുബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ് ഇനി പറയുന്നത്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ കേട്ടോ. ഹെൻറീസ് ലോന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? അങ്ങനെ 3 അപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷൻ നമ്മൾ അവസാനിപ്പിക്കും. പിന്നെ അടുത്ത സെക്ഷനിൽ നമ്മൾ പറയുന്നത് റോൾസ് ലോ പറയുന്ന ലോ ആണ്. അത് ഞാൻ ആ സമയത്ത് പറയാം. മൂന്നാമത്തെ പാർട്ടിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. ഹെൻറീസ് ലോന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് കേട്ടോ? അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ. അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ. ഹെൻറീസ് ലോന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ അപ്ലിക്കേഷൻ എന്താണെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ബോട്ടിൽസ് ഓഫ് സോഡ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആർ സീൽഡ് അണ്ടർ ഹൈ പ്രഷർ. എത്രത്തോളം പ്രഷറിലാണോ സീൽ ചെയ്യാൻ പറ്റുക അത്രത്തോളം പ്രഷറിലാണ് സീൽ ചെയ്തിട്ടുള്ളത്. കാരണം എന്താ? പ്രഷർ കൂടുമ്പോൾ സോലുബിലിറ്റി കൂടും. അപ്പൊ എന്താ പറയുന്നത്? ബോട്ടിൽസ് ഓഫ് സോഡ and soft drinks are sealed under high pressure. ഇതാണ് ഒന്നാമത്തെ അപ്ലിക്കേഷൻ ഹെൻറീസ് ലോ കേട്ടോ. രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അനോക്സിയ. എന്താണ് അനോക്സിയ എന്ന് വെച്ച് കഴിഞ്ഞാല് മലമുകളിൽ അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ആളുകൾക്കോ നിങ്ങൾക്കറിയാം ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? പ്രഷർ കുറയുക ചെയ്യുക. പ്രഷർ കുറയുമ്പോൾ എന്താ സംഭവിക്കുക? നേരത്തെ പറഞ്ഞത് ഹെൻറീസ് ലോ പ്രകാരം സോലുബിലിറ്റി കുറയും. അപ്പൊ സോലുബിലിറ്റി കുറയുമ്പോൾ അവരുടെ ബ്ലഡിന്റെ അകത്തിൽ ഓക്സിജന്റെ സോലുബിലിറ്റി കുറയുക. അപ്പൊ ഓക്സിജന്റെ അളവ് കുറയുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അനോക്സിയ. ഇത് രസകരമായിട്ടൊരു സംഭവമാണ്. എന്താ കാരണം എന്നറിയോ? അനോക്സിയ എന്ന് പറയുന്ന സംഭവം നമുക്ക് വേറെ രീതിയിൽ ചിന്തിച്ചൂടെ? അതിനൊരു അനോക്സിയയുടെ വേറൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാനുള്ള പ്രയാസം ഉണ്ടാവും. അതേപോലെ അനേബിൾ ടു തിങ്ക് ക്ലിയർലി എന്നാണ്. അപ്പോൾ ഞാനിത് കാര്യം പറയാം. അവിടെ നോക്കില്ലാവരും ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നറിയില്ലോ? ഒരു മലന്റെ മുകളിലോട്ട് പോകാന്ന് വിചാരിക്കാം. മലന്റെ മുകളിലോട്ട് താഴെ നിന്ന് പ്രശ്നമില്ല കേട്ടോ. വലിയ ഹൈറ്റുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോവാണ്. താഴെ നിന്ന് കുഴപ്പമില്ല. അയാൾ അങ്ങനെ പോയി ഇവിടെ എത്തിയപ്പോൾ പ്രഷർ കുറഞ്ഞു. പ്രഷർ കുറഞ്ഞപ്പോൾ അയാൾക്ക് എന്താ സംഭവിക്കുക? അനോക്സിയ ഉണ്ടാവും. അനോക്സിയ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അനേബിൾ ടു തിങ്ക് ക്ലിയർലി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയാൾ ഇവിടെ എത്തിയ ശേഷം അയാൾ ചിന്തിക്കുകയാണ്, ഞാൻ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് പോകുന്നതെന്ന് ആലോചിച്ചാൽ അതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അനോക്സിയ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാലോ? ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നമ്മൾ ഓക്സിജൻ സിലിണ്ടർ കൊണ്ട് പോകണം എന്നാണ് പറയുന്നത്. ആ ഓക്സിജൻ സിലിണ്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അനോക്സിയ എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലാതെ അല്ലെങ്കിൽ അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ അനോക്സിയ എന്ന് പറഞ്ഞാൽ? ഏറ്റവും ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്സിജൻ ഡെഫിഷ്യൻസി അഫക്റ്റഡ് ടു ക്ലൈംബേഴ്സ് കേട്ടോ. അല്ലെങ്കിൽ മലമുകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ഓക്സിജൻ ഡെഫിഷ്യൻസിയാണ് അനോക്സിയ. ഓക്സിജൻ ഡെഫിഷ്യൻസി. ലാസ്റ്റ് വൺ ഡെഫിഷ്യൻസിയാണ് അനോക്സിയ. മൂന്നാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബെൻഡ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണ്. ബെൻഡ് എന്ന് പറയുന്നത് നേരെ തിരിച്ചിട്ടോ. നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ്? ഈ നമുക്ക് അനിമൽ പ്ലാന്റിലേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു സ്കൂബ ഡൈവേഴ്സ് വെള്ളത്തിന് താഴെ പോയിട്ട് മുങ്ങൽ വിദഗ്ധർ കേട്ടോ. സ്കൂബ ഡൈവേഴ്സ് അത് വെള്ളത്തിന് താഴെ പോയിട്ട് കടലിന്റെ ഒക്കെ താഴെ പോയിട്ട് ഏറ്റവും അടിയിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഓരോ കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ വർത്തമാനം പറയുണ്ടാവും. നമുക്കൊന്നും മനസ്സിലാവില്ല. എന്തായാലും അങ്ങനെ അവർ താഴെ നിന്നിട്ട് അവർ കുറേ സമയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ അനോക്സിയയുടെ നേരെ ഓപ്പോസിറ്റാണ്.
എന്താ സംഭവിക്കുക? താഴേക്ക് പോകുന്തോറും പ്രഷർ കൂടും, അപ്പൊ സൊല്യൂബിലിറ്റി കൂടും. ഇവിടെ പറഞ്ഞ എന്താ? മുകളിലേക്ക് പോകുമ്പോൾ പ്രഷർ കുറയും, സൊല്യൂബിലിറ്റി കുറയും. താഴെ പോകുമ്പോൾ എന്താ പറഞ്ഞത്? പ്രഷർ കൂടും, അപ്പൊ എന്തുണ്ടാവും പറ? സൊല്യൂബിലിറ്റി കൂടും. അപ്പൊ എന്താ ഉണ്ടാവാന്നറിയോ? നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടേണ്ട നൈട്രജൻ വേസ്റ്റുകൾ കംപ്ലീറ്റ് നമ്മളുടെ ബ്ലഡ് വെസലുകളിലെ നൈട്രജൻ എന്ത് ചെയ്യും? അടിഞ്ഞു കൂടും. നൈട്രജന്റെ ടോക്സിസിറ്റി ഉണ്ടാവും. ആ നൈട്രജൻ ടോക്സിസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ബെൻഡ് എന്ന് പറയുന്നത് എന്താണ്? നൈട്രജൻ ടോക്സിസിറ്റി. നൈട്രജൻ ടോക്സിസിറ്റി ആർക്കാ ഉണ്ടാവുക? പറയും, സ്കൂബ ഡൈവേഴ്സിനാണ് ഉണ്ടാവുക. അപ്പൊ എന്താ പ്രശ്നം? താഴേക്ക് പോകുമ്പോൾ സൊല്യൂബിലിറ്റി കൂടുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം അല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി എന്നറിയോ? വെള്ളത്തിന് താഴേക്ക് പോകുന്ന സമയത്ത് അവർ ഓക്സിജൻ സിലിണ്ടർ എന്തായാലും കൊണ്ടുപോകണം, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഓക്സിജൻ സിലിണ്ടറിൽ എന്ത് മിക്സ് ചെയ്യണം എന്നറിയോ? ഞാൻ നേരത്തെ ഒരാളെ പറഞ്ഞില്ലേ, ആരാണത്? ഹീലിയം. ഹീലിയത്തെ മിക്സ് ചെയ്യാം. എന്താ ഹീലിയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്? ഹീലിയത്തിന് KH വാല്യൂ കൂടുതലാണ്. KH വാല്യൂ കൂടുതലാണെങ്കിൽ എന്ത് കൂടുതലായിരിക്കും? അയാൾക്ക് സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഹീലിയം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നൈട്രജൻ ഗ്യാസ് ബ്ലഡ് വെസലുകളുടെ അകത്ത് സൊല്യൂബിൾ ആവുന്നതിനെ കുറക്കാനും ആ ബെൻഡ് എന്ന് പറയുന്ന സിറ്റുവേഷനെ ഓവർകം ചെയ്യാനും കഴിയുന്നതാണ്. മനസ്സിലാക്കണം. ബെൻഡ് എന്ന് പറയുന്നത് എന്താണ്? നൈട്രജൻ ടോക്സിറ്റി അഫക്റ്റഡ് ടു സ്കൂബ ഡൈവേഴ്സ്. ഇറ്റ് ക്യാൻ ബി ഓവർകം ബൈ യൂസിങ് ഓക്സിജൻ സിലിണ്ടർ മിക്സ്ഡ് വിത്ത് ഹീലിയം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ബെൻഡ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായ എന്താ പ്രശ്നം എന്നറിയോ? ജോയിന്റ് പെയിൻ ഒക്കെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അയാൾക്ക് വെള്ളത്തിനടിയിലോ അല്ലെങ്കിൽ എന്താണ് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും, ഫിസിക്കൽ ആയിട്ടുള്ള വീക്ക്നെസ്സുകൾ ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ നമ്മുടെ ബ്ലഡ് വെസലിനകത്ത് കയറിയിട്ട് അതിൻ്റെ ടോക്സിക് എഫക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ജോയിന്റ് പെയിൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് കൂടുതൽ സമയം വെള്ളത്തിനടിയിൽ നിൽക്കാനൊന്നും കഴിയില്ല. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഓക്സിജൻ സിലിണ്ടർ മിക്സ്ഡ് വിത്ത് ഹീലിയം എന്നാണ്. ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഈ സൊല്യൂബിലിറ്റി എന്ന് പറയുന്ന സെക്ഷൻ നന്നായിട്ട് പഠിക്കുക. മൂന്നാമത്തെ പാർട്ട് പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.